ഇടവമാസ നാളുകളിൽ ശബരിമല സന്നിധാനത്ത് തിരക്കേറുന്നു. 28,622 ഭക്തർ ഇന്നലെ ദർശനം നടത്തിയെന്നാണ് കണക്ക്. ഇന്ന് രാവിലെയും വലിയ ഭക്തജന തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെട്ടു. കൊടിമരച്ചോട്ടിൽ നിന്നും നേരിട്ടും ഫ്ലൈ ഓവർ മുഖേനയും സമാന്തരവുമായുള്ള ദർശനം ക്രമീകരിക്കുകയാണ് ഇത്തവണയും തുടരുന്നത്. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇടവമാസ പൂജയ്ക്ക് നട തുറന്ന 3-ാം ദിവസം സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുത്തുന്നത്. 28,662 ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ ഇന്ന് രാവിലെ 8,000-ഓളം ഭക്തജനങ്ങൾ ഇതുവരെയും ദർശനം നടത്തിയിട്ടുണ്ട്. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം ധാരാളമായി എത്തുന്ന ഒരു ദിവസമാണ്. വലിയ തിരക്കാണ് സന്നിധാനത്ത് ഫ്ലൈ ഓവറിലും നടപ്പന്തലിലുമെല്ലാം രാവിലെ അനുഭവപ്പെടുന്നത്. ഫ്ലൈ ഓവർ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നതിന് സമാനമായി തന്നെയാണ് നടപ്പന്തലിലും തിരക്കുള്ളത്. ഘട്ടം ഘട്ടമായി നടപ്പന്തലിൽ നിന്നും 18-ാം പടി കയറ്റി ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കി തിരക്ക് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ രീതിയിലാണ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളാണ് ഇടവമാസ പൂജയ്ക്ക് നട തുറന്ന് ഈ ദിവസങ്ങളിൽ ധാരാളമായി എത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്ന തരത്തിലാണ് ഈ ദിവസങ്ങളിലെ തിരക്ക് സന്നിധാനത്ത് കാണപ്പെടുന്നത്. സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്നദാന മണ്ഡപം, മറ്റ് മരാമത്ത് ഓഫീസിന് മുൻഭാഗം, അരവണ കൗണ്ടറിന് മുൻഭാഗം, ഈ ഭാഗങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം തമ്പടിക്കുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ തന്നെ ഇനി വരും മണിക്കൂറുകളിലും അവധിയൊക്കെ ആയതുകൊണ്ട്, അവധിയൊക്കെ തീരുന്ന സമയമായതുകൊണ്ട് തന്നെ കുട്ടികളെയും ഒക്കെ ആയിട്ട് കുഞ്ഞ് അയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയും ഒക്കെയായി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതയും കാണുന്നു. സോപാനത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ ഏതാനും സമയം മാത്രം കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ആ കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച് വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. പടിപൂജ 1 മണിക്കൂറോളം ഉണ്ട്. ആ സമയം ഭക്തർക്ക് ദർശനമില്ലാത്തത് കൊണ്ട് തന്നെ അതിനുശേഷം പടിപൂജയ്ക്ക് ശേഷവും വലിയൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും. രാത്രി 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ഇങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങുകൾ. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് സന്നിധാനത്ത്. ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തും എന്നുള്ള സൂചനകൾ നൽകുന്ന രീതിയിലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. 19-ാം തീയതി രാത്രി 10 മണിക്കാണ് ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം മിഥുൻ മുരളി.